ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു വീഡിയോ യൂട്യൂബ് ചാനലുള്ളവർക്കും യൂട്യൂബ് ചാനൽ ഇനി തുടങ്ങാൻ പോകുന്നവർക്കും വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. പ്രത്യേകിച്ച് ലൈവ് ചെയ്യുന്നവർക്കും ഇനി ലൈവ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച ലൈവ് ചെയ്യണ സമയത്ത് അതിലൊരു ലാംഗ്വേജ് ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ട് സോൾവ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനത് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഇതിനുള്ളിൽ പറയുന്നത്. അപ്പോൾ ഒരു ദിവസം ഞാൻ പെട്ടെന്ന് രാവിലെ ലൈവ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ലൈവ് വ്യൂവേഴ്സ് മലയാളത്തിൽ ടൈപ്പ് ചെയ്യുന്നതൊക്കെ എനിക്ക് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. അത് കുഴപ്പമില്ല, എനിക്കത് ഇംഗ്ലീഷിൽ വായിച്ചിട്ട് അവർക്ക് മറുപടി കൊടുക്കാം. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ലൈവ് ചെയ്യുമ്പം സ്ഥിരം മെസ്സേജ് അയക്കുന്ന ആൾക്കാരൊക്കെ കുറേ ആൾക്കാരുണ്ട്. അവരൊക്കെ ആ ഒരു രീതിയിൽ നല്ല തമാശയൊക്കെ പറഞ്ഞ് മെസ്സേജസൊക്കെ അയച്ചു കഴിയുമ്പം ഇത് AI ട്രാൻസ്ലേറ്റഡ് ഇംഗ്ലീഷിലേക്കായി വരുമ്പോഴുണ്ടല്ലോ അതൊരു വേറെ രീതിയിലാണ് പോകുന്നത്. അവരുദ്ദേശിക്കുന്ന ആ തമാശകളും കാര്യങ്ങളും അതേ രീതിയിൽ ഇത് നമുക്കങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പോൾ അത് ആ മലയാളത്തിൽ തന്നെ നമുക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതെന്താണ് അവർ ഉദ്ദേശിച്ചതെന്നൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ അന്ന് വൈകുന്നേരം വരെ എവിടെയൊക്കെയോ പോയി എന്തൊക്കെയോ സെറ്റിങ്സിലെല്ലാം നോക്കി കേട്ടോ. ഈ ലാംഗ്വേജ് ഒന്ന് ഇത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊന്ന് കറക്റ്റ് ചെയ്ത് എനിക്കത് മലയാളത്തിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് കുറേ എവിടെയൊക്കെയോ പോയി എൻ്റെ മൊബൈൽ സെറ്റിങ്സിൽ നോക്കി, യൂട്യൂബിൻ്റെ സെറ്റിങ്സിൽ നോക്കി, യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയി നോക്കി, ലൈവിൻ്റെ സെറ്റിങ്സിൽ പോയി നോക്കി, എവിടെയും ഒരെത്തും പിടിയും കിട്ടുന്നില്ലായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെ ചെയ്യണമെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് ഇതിനെപ്പറ്റി ഞാൻ കുറച്ച് പേർക്ക് മെസ്സേജ് അയച്ചു. മെസ്സേജ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ യൂട്യൂബ് ടിപ്സൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അങ്ങനെ ചില ആൾക്കാരുടെ ചാനലിലൊക്കെ പോയിട്ട് അവരുടെ ഏതെങ്കിലും വീഡിയോയുടെ അടിയിൽ കമൻ്റ് ആയിട്ടും പിന്നെ അതുപോലെ അവരുടെ ചില ആൾക്കാരുടെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്പറിലേക്ക് 2-3 നമ്പറിലേക്കൊക്കെ ഞാൻ വിളിച്ച് നോക്കിയിട്ട് അതും കിട്ടുന്നില്ല. പിന്നെ അവർക്ക് മെസ്സേജ് ആയിട്ട് അയച്ചു നോക്കി, പക്ഷേ എവിടുന്നും എനിക്ക് ഒരു റിപ്ലൈയും കിട്ടിയില്ല കേട്ടോ. എന്നിട്ട് എന്തായാലും അന്ന് വൈകിട്ടായപ്പോഴേക്കും ഞാനിതെങ്ങനെയാണ് ചേഞ്ച് ചെയ്യണതെന്ന് കണ്ടുപിടിച്ചു. അത് ഞാൻ ഈ വീഡിയോയിൽ അവിടെ പറഞ്ഞു തരാം. പക്ഷേ ആ ചേഞ്ച് ചെയ്യുന്നത് ഇനി അന്ന് തൊട്ട് എനിക്ക് എപ്പോഴൊക്കെ ലൈവ് ചെയ്ത് കഴിഞ്ഞാലും ആ സെറ്റിങ്സിൽ പോയിട്ട് എനിക്ക് ചേഞ്ച് ചെയ്താൽ മാത്രമേ അത് ആ മലയാളത്തിൽ എൻ്റെ വ്യൂവേഴ്സ് ടൈപ്പ് ചെയ്യുന്നത് എനിക്ക് മലയാളത്തിൽ തന്നെ കിട്ടുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ ഒരു ലൈവ് ചെയ്യാൻ തുടങ്ങുകയാണ് കേട്ടോ. ഇതിൽ ഞാൻ വീഡിയോ ഓഫാക്കി വെക്കുകയാണ്, എന്നാലും നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റുള്ളൂ. കാരണം ഞാൻ വേറൊരു മൊബൈലിൽ ഇതിൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ആദ്യമേ ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. സാധാരണ എല്ലാ പ്രാവശ്യവും ഞാൻ ടൈപ്പ് ചെയ്യുന്നത് പോലെ തന്നെ ആരെങ്കിലും ഉണ്ടോ എന്നാണ് ഞാൻ എപ്പോഴും ലൈവ് ചെയ്യുമ്പം ടൈപ്പ് ചെയ്യാറുള്ളത്. അപ്പം അങ്ങനെ തന്നെ ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അതെങ്ങനെയാണ് ഞാൻ ലൈവ് ചെയ്തതെന്ന് മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്തു, ടൈറ്റിൽ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓഡിയൻസാണ് നോ ഇറ്റ് ഈസ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഞാൻ സാധാരണ ഇത് രണ്ടും മാത്രമേ ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ഗോ ലൈവിൽ ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ലാംഗ്വേജ് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കി, ഇവിടുത്തെ ഒരു താഴെ കണ്ടോ ഒരു അഡ്വാൻസ്ഡ് സെറ്റിങ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വല്ലതും ഉണ്ടോ എന്ന് നോക്കി. പക്ഷേ അവിടെയൊന്നും ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഒന്നുമില്ല കേട്ടോ. അപ്പോൾ നേരെ ഗോ ലൈവിലേക്ക് പോവുക. സാധാരണ ഞാൻ എല്ലാ പ്രാവശ്യവും ലൈവ് ചെയ്യുന്നത് പോലെ തന്നെ ടൈറ്റിലും പിന്നെ ഏജ് റെസ്ട്രിക്ഷനും അത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ദാ എൻ്റെ ലൈവ് ഓപ്പണായി വന്നു. ലൈവ് ഓപ്പണായി വന്നു കഴിഞ്ഞപ്പം ഏറ്റവും താഴെ കണ്ടതാ ഒരു സർക്കിള്, അവിടെ ക്ലിക്ക് ചെയ്യുക. അതൊരു സെറ്റിങ്സാണ്. ഇവിടെ കണ്ടോ ഓട്ടോമാറ്റിക് ചാറ്റ് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അത് ഓണായി കിടക്കുകയാണ് എൻ്റേത്. അപ്പം അത് ഓഫാക്കി കൊടുക്കണം. അത് ഓഫാക്കി കൊടുത്തില്ലെങ്കിൽ ഇത് ഈ ഓട്ടോമാറ്റിക് ചാറ്റ് ട്രാൻസ്ലേഷൻ്റെ മുമ്പിലായിട്ട് ഒരു സൈൻ കണ്ടില്ലായിരുന്നോ, ആ സൈൻ വന്നിട്ട് മലയാളത്തിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഷയിലോ ആരെങ്കിലും എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ സൈനും വന്ന് പിന്നെ അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ആയിട്ട് വരുവാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വ്യൂവേഴ്സ് മലയാളത്തിലൊക്കെ തമാശകളും ഓരോ കാര്യങ്ങളും ഒക്കെ ടൈപ്പ് ചെയ്തിടുമ്പം അതിനെ AI ട്രാൻസ്ലേറ്റഡ് ഇംഗ്ലീഷിലേക്ക് ആക്കി കഴിയുമ്പോഴുണ്ടല്ലോ അവരുദ്ദേശിക്കുന്ന ആ ഒരു തമാശയും ആ കാര്യങ്ങളും അതേപടി ഉൾക്കൊള്ളാൻ എനിക്ക് പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ എന്തായാലും അവസാനം ഇതൊന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരാശ്വാസമായത് കേട്ടോ. അപ്പം ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ പ്രാവശ്യവും ലൈവ് ചെയ്യുമ്പോഴും ഈ ലൈവ് ഓൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം തന്നെ ആ ഏറ്റവും താഴത്തെ ലെഫ്റ്റ് സൈഡിലുള്ള ആ സെറ്റിങ്സിൽ പോയിട്ട് ക്ലിക്ക് ചെയ്ത്
ഓട്ടോമാറ്റിക് ചാറ്റ് ട്രാൻസ്ലേഷൻ അതൊന്ന് ഓഫാക്കി വെക്കും. എന്നിട്ടാണ് ഞാൻ ലൈവ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കറക്റ്റ് ചെയ്യാം കേട്ടോ. അത് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ സോൾവ് ചെയ്യാം. ഇത് വീഡിയോ ഇടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ആരും ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഇടുന്നത് ഞാൻ കണ്ടില്ല. യൂട്യൂബ് ടിപ്സ് പറയുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ട് അതിനൊരു റിപ്ലൈയും വന്നിട്ടില്ല. അപ്പം എനിക്ക് തോന്നുന്നു ഇങ്ങനെ ലൈവ് ചെയ്യുന്ന ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപകാരപ്രദമായിരിക്കുമല്ലോ, അവർക്ക് ഈ രീതിയിൽ സോൾവ് ചെയ്യാൻ പറ്റുമല്ലോ എന്നോർത്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. ബൈ ബൈ.